നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി മീനച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? ഈ അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നത് ഉണക്കമീൻ കൊണ്ടാണ്. അത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ പ്രത്യേകത ഞങ്ങൾ നാട്ടിൽ നിന്ന് യുഎയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള അച്ചാറും കൂടിയാണ് ഇത്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഏകദേശം 1 കിലോ വരുന്ന സ്രാവാണ് എടുത്തേക്കുന്നത്. അപ്പൊ തൊലിയെല്ലാം പോയതിന് ശേഷം 1 കിലോയാണ്. നമ്മളിവിടെ സ്രാവ് എടുത്തതേ ഉള്ളൂ. ഏത് ഉണക്കമീനാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ അച്ചാർ ഇട്ടാൽ മതിയാകും. അപ്പൊ സ്രാവ് എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ മുറിച്ചെടുക്കണം. തീരെ ചെറുതും ആക്കരുത്, ഭയങ്കര വലുതും ആക്കരുത്. ഇത് ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ മമ്മിയുടെ നിന്ന് അടിച്ചു മാറ്റിയ റെസിപ്പിയാണ്, എൻ്റെ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. മമ്മിയുടെ നിന്ന് ഒരു റെസിപ്പി അടിച്ചു മാറ്റുക എന്നുള്ളത് വളരെ പാടുള്ള ഒരു പരിപാടിയാണ്. മമ്മി എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ ഇതിന്റെ റെസിപ്പിയൊക്കെ ഒന്ന് കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. അപ്പൊ മമ്മി പറഞ്ഞു തരുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമേ. അപ്പൊ ഇതാ നമ്മുടെ മീൻ ഇതാണ് കേട്ടോ, നമ്മുടെ സ്രാവ്. അപ്പൊ ഇതിനി എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കട്ടൊക്കെ ചെയ്ത് എടുക്കണം. ഇനി ഇത് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെക്കണേ, ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് കുറയാനായിട്ട്. അപ്പൊ നമ്മളെടുത്ത മീനിന് ഓവറായിട്ട് ഉപ്പൊന്നും ഇല്ല. അപ്പൊ ഏകദേശം 1 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. കുതിർത്തതിന് ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം വെക്കണം, വെള്ളമെല്ലാം വാർന്നു പോകണേ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് പുരട്ടി വെക്കണം. ഇതൊരു അല്പസമയം ഇങ്ങനെ തന്നെ പുരട്ടി വെക്കണേ. നമ്മൾ ഇട്ട പൊടികളെല്ലാം മീനിൽ നല്ല രീതിക്ക് പിടിക്കുന്നിടം വരെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ വറക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതേ കുറച്ച് സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൊടികളൊക്കെ നല്ല രീതിക്ക് പിടിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാമേ. അപ്പോൾ ഞാനിവിടെ ഒരു ചീൻചട്ടിയിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാമേ. നമ്മളിവിടെ ഓയിലാണ് എടുക്കുന്നത്. ഇനി ഓരോ മീനായിട്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ 2 സൈഡ് നല്ല രീതിക്ക് വറുത്തെടുക്കണം. എന്നാൽ ഒരുപാട് മുരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ, അങ്ങനെ വേണേ വറുത്തെടുക്കാനായിട്ട്. കറിവേപ്പില ഇപ്പം നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് ഇപ്പം മീൻ വറക്കാൻ നേരം അതിൻ്റെ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മസാലയെല്ലാം അടിക്ക് പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, ഓപ്ഷണലാണ്. കറിവേപ്പില വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ നാടൻ ഐറ്റംസ് എന്ത് ചെയ്യുമ്പോഴും കറിവേപ്പില ഉപയോഗിച്ചാൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കൂടും. അപ്പോൾ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിടണം. അപ്പോൾ പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. അങ്ങനെ സൂക്ഷിച്ചിട്ട് ഒന്ന് മറിച്ചിടാം. അപ്പോൾ 2 സൈഡും നല്ല രീതിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്ത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മീൻ വറുത്തെടുക്കുന്നതൊക്കെ നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. പെട്ടെന്നൊന്നും ആവത്തില്ല. ബാക്കി അച്ചാറൊക്കെ ഇടുന്ന പോലെ മീൻ അച്ചാറൊന്നും പെട്ടെന്ന് ആവത്തില്ല കേട്ടോ. കാരണം ഇത് വറുത്ത് കോരുന്നത് തന്നെ നല്ലൊരു പണിയാണ്. മാങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ അതൊക്കെ പെട്ടെന്നാവുമല്ലോ, പക്ഷെ ഇത് അങ്ങനെയൊന്നും പെട്ടെന്ന് റെഡിയാവില്ല. ഇനിയുള്ള പ്രോസസ്സ് എളുപ്പമാണ് കേട്ടോ, അതായത് വറുത്തതിന് ശേഷം എളുപ്പമാണ്. ഇപ്പം ഞങ്ങളിതാ ഇവിടെ ആദ്യത്തെ ബാച്ച് കോരി എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ ബാച്ച് ഇവിടെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും മീൻ വറുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വേണമെങ്കിൽ മാത്രം ചെയ്യുക. അങ്ങനെ എല്ലാ മീനും അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത് കോരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മീനും നല്ല രീതിക്ക് മൂത്ത് കിട്ടണം, ഇല്ലെങ്കിൽ പണി കിട്ടും, പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. അപ്പം എന്നാൽ ഒരുപാട് കടുകടാന്നുള്ള രീതി ആവത്തില്ലേ, ആ രീതിക്ക് ആവണ്ട, നല്ലതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതിയാകും. അപ്പം ഞാൻ കാണിച്ചു തരാവത് ഈ രീതിക്ക് ആവണേ. മീനൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടുന്ന പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു ചീൻചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വറുത്ത ഓയിൽ തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ, കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കൂടും. അപ്പോൾ ഞങ്ങൾ ഈ ട്രാവൽ പർപ്പസിനായതുകൊണ്ട് കുറച്ച് എണ്ണ ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് കടുകും ഉലുവയൊക്കെ പൊട്ടിക്കണം. അപ്പോൾ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം നമുക്ക് ഏകദേശം വലിയതാണെങ്കിൽ 3 ചള വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. ചെറുതാണെങ്കിൽ അതിൽ കൂടുതൽ വേണേ. അപ്പോൾ അതിന് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് നമുക്ക് ഇഞ്ചി എടുക്കണം. അപ്പോൾ ഇഞ്ചി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം 7-8 പച്ചമുളകാണ്. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എത്ര കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നോ അച്ചാറിന് അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുവേ. അപ്പോൾ ഇതെല്ലാം ഇനി നല്ല രീതിക്കൊന്ന് മൂത്ത് കിട്ടണം. ചെറുതായിട്ട് മൂത്താലൊന്നും പറ്റത്തില്ല, കാരണം നല്ല രീതിക്ക് മൂത്താൽ മാത്രമേ ഇത് കേടാവാതെ ഒരുപാട് നാളിങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആവട്ടെ, അത്രയും സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ. അപ്പോൾ അതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയം വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഏകദേശം 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതുപോലെ അല്പം മഞ്ഞൾപ്പൊടിയും, അതുപോലെ കുറച്ച് ഉലുവാപ്പൊടിയാണ്. ഞങ്ങളിവിടെ കായപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉണക്കമീൻ അച്ചാർ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കായപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇനിയും ഈ പൊടിയെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് വഴറ്റി കൊടുക്കണേ. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ വിനാഗിരി ഒഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചക്കുത്ത് മാറി കഴിയുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിക്കാമേ. ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിക്കാം കേട്ടോ, ഇന്ന അളവൊന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരണം. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ മീനിലുള്ള ഉപ്പ് മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരല്പം ചേർത്ത് കൊടുക്കാമേ, പിന്നെ ആവശ്യമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിനാഗിരിയൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് നമ്മുടെ ഉണക്കമീനില്ലേ, കരിവേപ്പിലയും ഉണക്കമീനും എല്ലാം കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണേ, ഇത് നമുക്ക് പൊടിഞ്ഞു പോവാതെ തന്നെ കിട്ടണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കട്ടെ. ചൂടാറിയതിന് ശേഷം എന്തെങ്കിലും ഒരു കണ്ടെയ്നറിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഉണക്കമീനൊക്കെ കിട്ടുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് അച്ചാർ ഇട്ട് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഞാൻ ഓരോ പീസ് പറക്കി തിന്നാൻ തുടങ്ങി, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.